മറ്റുള്ളവരുടെ നന്മയ്ക്കായി ആഗ്രഹിക്കുകയും അവരുടെ ദുസ്ഥിതികളിൽ മനം നൊന്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു ഭക്തൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് ലോകം മുഴുവൻ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന സ്ഥിതിയിലാണെന്ന് നമുക്കറിയാം. എനിക്ക് മാത്രം നന്മ വരണം, മറ്റുള്ളവർക്ക് നന്മ വന്നാൽ അതിൽ അസൂയപ്പെടുകയും ചെയ്യുന്നതിൽ അസാധാരണത്വം ഒന്നും തോന്നാത്ത അവസ്ഥ എത്ര ശോചനീയമാണ്. തന്നെ അവഗണിച്ച് സ്വന്തം വഴിക്ക് പോയ ലോത്തിനെ എങ്ങനെങ്കിലും രക്ഷിക്കുവാൻ അബ്രഹാം പ്രാർത്ഥിക്കുന്നത് നമുക്കൊക്കെ വലിയൊരു മാതൃക തന്നെയാണ്. നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടി ഇത്തരത്തിൽ ഒരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ ആശിച്ചു പോകുന്നൊരു കാര്യമാണത്. ആഗ്രഹിക്കുന്നെങ്കിൽ അത് സാധിക്കും. നമുക്ക് ഒരുമിച്ച് അത് തന്നെ ഇന്ന് ചിന്തിക്കാം. അബ്രഹാം ലോത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പോയി കരഞ്ഞപേക്ഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18ഉം 19ഉം അധ്യായങ്ങൾ എന്തിനാണ് വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു സംശയം പുതിയ നിയമത്തിൽ പ്രവേശിക്കുന്നത് വരെ നിങ്ങൾക്കുണ്ടായാൽ ഞാൻ അത്ഭുതപ്പെടില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഇത് തോന്നൂ. സൊദോമിന്റെയും ഗൊമോറയുടെയും നാശത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 18ാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. 18ാം അധ്യായം വളരെ ദീർഘിച്ച ഒരധ്യായമാണ്. ഇവിടെ ദൈവം അബ്രഹാമിനോട് സൊദോം ഗൊമോറയുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുകയും ആ പട്ടണങ്ങൾക്ക് വേണ്ടി അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. ദൈവത്തോടു കൂടെയുള്ള സംസർഗത്തിൽ മുൻപോട്ടു പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ല ഒരു ഉദാഹരണമാണ് ഈ അധ്യായം എന്നത്രേ ഞാൻ കരുതുന്നത്. എന്നാൽ 19ാം അധ്യായത്തിൽ നാം കാണുന്നത് തകർക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. എല്ലാം ഒരു തീരുമാനമെടുത്തതിനാൽ അതും തെറ്റിപ്പോയി. നിർഭാഗ്യവശാൽ ക്രിസ്തീയ ജീവിതത്തിലും ഇത് രണ്ടും കാണാൻ കഴിയുന്നുണ്ട്. അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുന്നവർ, തകർക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നവർ, ദൈവഹിതത്തിന്റെ വെളിയിൽ പൂർണ്ണമായും പോയി കഴിഞ്ഞവർ, തങ്ങളുടെ ജീവിതത്തെ ആകെ നശിപ്പിച്ച തീരുമാനമെടുത്തവർ. അവരുടെ രക്ഷ നഷ്ടപ്പെട്ടെന്ന് പറയുവാൻ ഞാൻ ആളല്ല, എന്നാൽ അവർ മറ്റെല്ലാം നഷ്ടപ്പെടുത്തി എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുകയും അതിന് എല്ലാ തെളിവുകളും ഉണ്ടുതാനും. ഇനി നമുക്ക് 18ാം അധ്യായത്തിലേക്കൊന്ന് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 18ാം അധ്യായം. ഇവിടെ ദൈവം തന്റെ വാഗ്ദത്തം വീണ്ടും സ്ഥിരീകരിക്കുന്നത് നാം കാണുന്നു. 1-ാം വാക്യത്തിൽ, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അബ്രഹാം മമ്രയുടെ തോപ്പിലാണ് പാർക്കുന്നത്. അല്ല, ഇപ്പോൾ അവനൊരു വൃദ്ധനും ആണല്ലോ. 2-ാം വാക്യത്തിൽ, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. അബ്രഹാമിന്റെ അതിഥി സൽക്കാരം ശ്രദ്ധിച്ചോ? മറ്റുള്ളവരെ എത്രമാത്രം കരുതുന്നവനായിരുന്നു അബ്രഹാം എന്ന് ഇവിടെ വ്യക്തമാണല്ലോ. 3ഉം 4ഉം വാക്യങ്ങളിൽ നാം അതിന്റെ ബാക്കി കാര്യം കാണുന്നു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. എബ്രായരുടെ ഒരു സമ്പ്രദായമായിരുന്നു ഇത്. അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് കർത്താവും ഈ സമ്പ്രദായം അനുവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ടല്ലോ. ഇവിടെ അതിനൊരു അതിമഹത്തായ ആത്മീയ അർത്ഥമുണ്ട്. ഇവിടെ അബ്രഹാം പറയുന്നു, നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ എന്ന്. ഇന്ന് ഈ സമ്പ്രദായം അധികമില്ലെങ്കിൽ തന്നെയും പല സ്ഥലങ്ങളിലും ഇതിനോട് തുല്യമായ ആചാരങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്തെന്നാൽ, അബ്രഹാം വാസ്തവത്തിൽ അതിഥി സൽക്കാര പ്രിയനായിരുന്നു എന്നത്രേ. 5 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. സൽക്കരിക്കുന്നതിന്റെ അതിമഹത്തായ ഒരു മാർഗമല്ലേ ഇത്?
ഗംഭീരമായ ഒരു വിരുന്ന് അബ്രഹാം ഒരുക്കി. അബ്രഹാം കാളക്കുട്ടിയെ പിടിച്ചൊരു ബാല്യക്കാരനെ ഏൽപ്പിച്ചു. അവനത് പാകം ചെയ്തു. എന്തൊക്കെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതായാലും കറി വെക്കുകയും വറുക്കുകയും പൊരിക്കുകയും ഒക്കെ ചെയ്തു കാണും. അതുകൊണ്ട് ഏറെ സ്വാദിഷ്ടമായ ആഹാരം പാകം ചെയ്തു. കേട്ടിട്ട് തന്നെ പലർക്കും വായിൽ വെള്ളം ഊറുന്നുണ്ടായിരിക്കും. എന്നാൽ അടുത്ത പടി കൂടി ശ്രദ്ധിച്ചോ. അബ്രഹാം വെണ്ണയും പാലും എടുത്തു. അബ്രഹാം തന്നെ അതിഥികളെ ശരിക്കും സൽക്കരിച്ചു. ഈ അതിഥികൾ സാധാരണക്കാരല്ലായിരുന്നു എന്ന് പിന്നീട് നാം കാണുന്നു. പുതിയ നിയമത്തിൽ അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. അത് അബ്രഹാം തന്നെ ആകുന്നു. ആരെയാകുന്നു സൽക്കരിക്കുന്നതെന്ന് അവൻ ആദ്യം അറിഞ്ഞില്ല. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. അതിഥികളെ, പ്രത്യേകിച്ചും 3 പുരുഷന്മാർ വന്നിരിക്കുമ്പോൾ അവരെ സൽക്കരിക്കുവാൻ സ്ത്രീകൾ വരിക എന്ന് പറഞ്ഞാൽ അക്കാലങ്ങളിൽ അത് നടപ്പില്ലായിരുന്നു. ഇന്നും പലയിടത്തും അത് അനുവദിക്കാറില്ലല്ലോ. അങ്ങനെ ഇറങ്ങി വന്നാൽ അത് ഒരു മര്യാദകേടായി ചിന്തിക്കുന്ന അനേകം ഭവനങ്ങളുണ്ട്. നമ്മുടെ നാടുകളിലും അങ്ങനൊരു വിലക്ക് സാധാരണയാണ്. എന്നാൽ ഇപ്പോൾ ഈ അതിഥികൾ തന്നെ സാറായെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്തിയെ സാറ? 10-ാം വാക്യം, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എനിക്ക് തോന്നുന്നു സാറ ആ വാതിൽക്കൽ നിന്നുകൊണ്ട് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം എന്ന്. ഇപ്പോൾ ഇതാ അബ്രഹാമിനും സാറായിക്കും അറിയാം തങ്ങൾ അറിയാതെ തന്നെ സൽക്കരിക്കുന്നത് ദൈവദൂതന്മാരെ ആകുന്നു എന്ന്. 11-ാം വാക്യം, എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സാറ ചോദിക്കുകയാണ്, ഇനിയും എനിക്കൊരു മകനുണ്ടാകുക എന്നത് സാധ്യമാണോ? എന്നിട്ട് അവൾ ചിരിച്ചു. അത് എപ്രകാരമുള്ള ചിരിയാകുന്നു? ഞാൻ ചിന്തിക്കുന്നത് ഇത് സംഭവിക്കുന്നതിനപ്പുറം നല്ലതായ ഒരു സത്യമാണ് എന്നത്രേ ആ ചിരി വെളിപ്പെടുത്തുന്നത്. ഇപ്രകാരത്തിലുള്ള അനുഭവം നമ്മിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മോട് ഒരുപാട് നല്ലവനായി ഇടപെട്ടു. നാം അതോർത്തങ്ങ് ചിരിച്ചു. സാറ പറയുന്നത് ഇത് സത്യമാകുവാൻ സാധിക്കാത്തതുപോലുള്ള നന്മയാകുന്നു എന്നത്രേ. ഇത് സംഭവിക്കുവാൻ ബുദ്ധിമുട്ടാണ്. 13 മുതലുള്ള വാക്യങ്ങൾ, യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറായിക്ക് ഒരു മകനുണ്ടാകും എന്നരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. കർത്താവിന്റെ ചോദ്യത്തിൽ സാറ ആകെ ഭയന്നുപോയി. എന്നാലും അവൾക്ക് സത്യം സമ്മതിക്കാതിരിക്കുവാൻ സാധ്യമല്ല. 14-ാം വാക്യം ശ്രദ്ധിച്ചു. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമില്ല എന്ന ഉത്തരം വരുമാറാകുന്നു ഈ ചോദ്യം ചോദിക്കുന്നത്. എത്ര പ്രോത്സാഹജനകമായൊരു ചോദ്യം! നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പലപ്പോഴും ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാകുന്നു ഇത്. നമ്മുടെ ദൈവത്താൽ എല്ലാം സാധ്യമാകുന്നു. അവനെ സംശയിക്കരുത്. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. 16-ാം വാക്യത്തിൽ നാം കാണുന്നു, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോട് കൂടെ പോയി. അബ്രഹാം പാർത്തിരുന്നിടത്തു നിന്നും അവർ യാത്ര തിരിച്ചപ്പോൾ അവർക്ക് സോദോമും ഗൊമോറായും കാണാമായിരുന്നു. ഈ അതിഥികളോടൊപ്പം അബ്രഹാം നടക്കുന്നു. അങ്ങനെ അവർ സോദോമിന്റെയും ഗൊമോരയുടെയും നേരെ തിരിഞ്ഞു. അക്കാലത്തെ സമ്പൽ സമൃദ്ധമായ സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു ഈ സൊദോം ഗൊമോറ. അവ തീർച്ചയായും മനോഹരമായ ഫലഭൂയിഷ്ടമായ സ്ഥലമായിരുന്നു. അത് നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് യഹോവയുടെ തോട്ടം പോലെ ഇരുന്നു എന്ന് നാം നേരത്തെ വായിച്ചതാണല്ലോ. 17-ാം വാക്യത്തിൽ കാണുന്നത്, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ? സൊദോമിനോടും ഗൊമോരയോടും താൻ ചെയ്യുവാൻ പോകുന്നത് ദൈവം ഈ പറഞ്ഞ സമയം വരെ അബ്രഹാമിന് വെളിപ്പെടുത്തിയില്ലായിരുന്നു. അവൻ അവരെ നശിപ്പിക്കുവാൻ പോകുകയാണ്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ? അബ്രഹാമിൽ നിന്നും ദൈവം ഈ പറഞ്ഞത് മറച്ച് വെക്കാത്തതിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ?
അവിടെ നാം വായിക്കുന്നത്, അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അബ്രഹാമിന് വലിയൊരു സ്വാധീനം ഉണ്ടാകുവാൻ പോകുകയാണ്. അവൻ ബഹുപുരുഷാരത്തെ സ്വാധീനിക്കുവാൻ പോകുകയാണ്. ഇനിയും വരുവാനുള്ള തലമുറകൾ ഉൾപ്പെടെ ഇന്നും അത് അതുപോലെ സത്യമല്ലേ? ഞാനിത് പറയുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ, അബ്രഹാം നമ്മെ സ്വാധീനിക്കുന്നില്ലേ? നമുക്കത് തള്ളിക്കളയുവാൻ സാധ്യമല്ല. അങ്ങനെ ലോകം മുഴുവൻ സ്വാധീനമുള്ള വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം, ഒരു വ്യക്തിയുടെ അനുസരണക്കേട് കൊണ്ട് ഒരു നാട് മുഴുവൻ നശിക്കുവാൻ ഇടയാകുന്നത് പോലെ ഒരു വ്യക്തിയുടെ അനുസരണം കൊണ്ട് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാം അറിയണം, അത് അനുഭവിക്കണം. ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതലിനോട് ദൈവം തന്റെ സത്യങ്ങളെ വെളിപ്പെടുത്തും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്നത്. 19 വാക്യത്തിൽ യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം പറയുന്നത്, ഞാനിത് അബ്രഹാമിൽ നിന്നും മറച്ചു വെക്കാതിരിക്കുന്നതാണ്. കാരണം അങ്ങനെ ചെയ്താൽ അവൻ എന്നെക്കുറിച്ച് തെറ്റായൊരു ധാരണയുണ്ടാകും. അവൻ പഠിക്കുന്ന ഈ പാഠം അവൻ തന്റെ തലമുറകളെ പഠിപ്പിക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മനുഷ്യന്, അതായത് അബ്രഹാമിന് തന്റെ ഭവനത്തിൽ നല്ല ശിക്ഷണമുണ്ടായിരുന്നു, അച്ചടക്കമുണ്ടായിരുന്നു. അബ്രഹാം യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു എന്ന് വീണ്ടും ഇതാ പറഞ്ഞിരിക്കുന്നു. 20-21 വാക്യങ്ങളിൽ, പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അവിടുത്തെ സാഹചര്യം എനിക്കറിയാം, എന്നാലും ഒന്ന് പരിശോധിക്കുവാൻ ഞാൻ അവിടേക്ക് പോവുകയാണ്. ദൈവം ഒന്നും തിരക്ക് പിടിച്ച് ചെയ്യാറില്ല. താൻ ഈ പട്ടണങ്ങൾ നശിപ്പിക്കുവാൻ പോവുകയാണെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നന്നായി. അല്ലായിരുന്നെങ്കിൽ അബ്രഹാമിന് ദൈവത്തെക്കുറിച്ച് തെറ്റായ ഒരു ധാരണ ഉണ്ടായിപ്പോയേനെയും. അബ്രഹാം സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ ചിന്തിച്ചേനെയും. അതായത്, ഈ ദൈവം ഒരുതരം സ്വേച്ഛാധിപതിയോ, പ്രതികാരദാഹത്താൽ മനുഷ്യനോട് ഒരു കരുണയും കരുതലും കാണിക്കാത്തവനും ഒക്കെയാണെന്ന് ദൈവത്തെക്കുറിച്ച് ആകെ കലങ്ങി മറിഞ്ഞൊരു ചിന്ത അബ്രഹാമിന് ഉണ്ടായേനെയും. അതുകൊണ്ട് താൻ എന്താകുന്നു ചെയ്യുവാൻ പോകുന്നതെന്ന് ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി. ഇനിയും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുവാനും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അബ്രഹാമിന് സമയമുണ്ട്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഒരു നല്ല കാര്യമായി. കാരണം ദൈവത്തെക്കുറിച്ചും സൊദോമിനെക്കുറിച്ചും ഗൊമോറയെക്കുറിച്ചും അബ്രഹാമിന് ചില തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു. പല കാര്യത്തിലും അവൻ തെറ്റായി ചിന്തിച്ചിരുന്നിരിക്കാം. താൻ ആയിരിക്കുന്നതെക്കുറിച്ച് ദൈവം നമ്മോടും വളരെയേറെ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതത്രേ. ദൈവം നമ്മോട് പറയാത്ത അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു മരമണ്ടനു പോലും തെറ്റുപറ്റാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം താൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശരിയല്ലേ? നമ്മുടെ പ്രശ്നം ദൈവം വ്യക്തമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് മുൻവിധിയോടുകൂടി വെളിപ്പെടുത്തി തന്നവ ചിന്തിക്കുന്നു പോലുമില്ല. അതുകൊണ്ട് എന്താ, ദൈവമില്ലാത്തവരായി നടക്കുവാൻ ജനം മടി കാണിക്കുന്നില്ല എന്നത്രേ നാം കാണുന്നത്. 22 വാക്യം, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. ഈ പറഞ്ഞത് വീണ്ടും ശ്രദ്ധേയമാണ്. അബ്രഹാം ഇപ്പോൾ അവൻ വാസ്തവത്തിൽ കാത്തിരിക്കുന്നു. അവന് തിരികെ വീട്ടിൽ പോകുവാൻ മനസ്സു വരുന്നില്ല. കാരണം ഒരു ദേശം നശിക്കുവാൻ പോകുന്നു. അവൻ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവന്റെ ഹൃദയത്തിന്റെ ഭാരം അതായി മാറി. 23 വാക്യം, അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? എന്താണ് അബ്രഹാമിന്റെ മനസ്സിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ചിന്ത? അവന്റെ മനസ്സിൽ ആദ്യം പ്രവേശിക്കുന്നത് തീർച്ചയായും ലോത്താണ്, തന്റെ സഹോദരപുത്രൻ ലോത്ത്. ഒരു സമയത്ത് തന്നെ തള്ളിപ്പറഞ്ഞ് തോന്നിയതുപോലെ പോയ മകനാണ്.
അവൻ ഒരിക്കൽ ലോത്തിനെ രക്ഷിച്ചതാണ്. ഇതാ അവൻ അവിടെ വീണ്ടും അപകടത്തിലാകുന്നു. ലോത്തിനെക്കുറിച്ചും അവന് ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും അബ്രഹാം പല പ്രാവശ്യം ഭാരപ്പെട്ട് കാണും. എന്നാലും ലോത്ത് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. അവൻ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ, നീതിമാന്റെ കാര്യം എന്താകുന്നു? സൊദോമിൽ ദൈവത്തിൽ വിശ്വസിച്ച അനേകർ ഉണ്ടാകും എന്നത്രേ അബ്രഹാം കരുതിയിരുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു ദൈവ പൈതൽ, ഒരു നീതിമാൻ നാളുകളായി അവിടെ പാർക്കുന്നുണ്ടല്ലോ, അതും കുടുംബമായി. അവിടെ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ലോത്ത്. അതുകൊണ്ട് ദൈവമേ, ദുഷ്ടന്മാരോട് കൂടെ നീതിമാന്മാരെ ദൈവം നശിപ്പിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. എനിക്കത് മനസ്സിലാകുന്നില്ല എന്നാണ് അബ്രഹാം പറയുന്നത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ചിത്രം അതിഭയങ്കരം തന്നെ. സംഭവം തീർന്നില്ല. തുടർന്ന് ശ്രദ്ധിക്കുക, 24 വാക്യം. പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോടെ ക്ഷമിക്കയില്ലയോ? നോക്കണേ, അബ്രഹാം 50 ആരംഭിക്കുന്നു. അവൻ യഹോവയോട് പറയുന്നു, ദൈവമേ, ആ സൊദോമിൽ 50 നീതിമാന്മാരുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൈവത്തിന്റെ മറുപടി, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിനെ യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. ഈ പറഞ്ഞത് ഇന്നും അനേകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാകുന്നു. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് ഒരു ഉത്തരമുണ്ട് താനും. വിശുദ്ധ ബൈബിളിന്റെ ബാക്കിയുള്ള ഭാഗം നൽകുന്ന സാക്ഷ്യം എന്തെന്നാൽ, സർവഭൂമിക്കും ന്യായാധിപതിയായവൻ എല്ലായ്പ്പോഴും ശരിയായത് മാത്രമേ പ്രവർത്തിക്കൂ. ദൈവം എന്തു ചെയ്താലും അത് ശരിയാകുന്നു. അഥവാ അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പ്രശ്നം ദൈവത്തിന്റെ ഭാഗത്തല്ല കേട്ടോ, മറിച്ച് നിങ്ങളുടെ ചിന്തയുടെയും ഭാഗത്താണ് പ്രശ്നം. നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങളുടെ കൈവശം വസ്തുതകൾ എല്ലാമില്ലല്ലോ. വിശദ വിവരങ്ങൾ നിങ്ങൾക്കറിയില്ല എന്ന് ചുരുക്കം. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ സർവഭൂമിയുടെയും ന്യായാധിപതി പ്രവർത്തിക്കുന്നത് ശരിയാണെന്നും നിങ്ങൾ അറിഞ്ഞേനെ. അവിടുന്ന് നീതി പ്രവർത്തിക്കുന്നു. തെറ്റിയത് മനുഷ്യരായ നാം ആണ്. അപ്പോൾ അബ്രാഹാമിന് ഒന്നുകൂടി ചിന്തിക്കണം എന്ന് തോന്നി. 27-28 വാക്യങ്ങൾ. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അബ്രഹാം പറയുന്നു, അഥവാ 45 നീതിമാന്മാർ ഉണ്ടെങ്കിൽ അവരെ പ്രതി നീ ആ പട്ടണം നശിപ്പിക്കാതിരിക്കുമോ? അപ്പോൾ ദൈവം അവനോട് പറയുന്നു, ഞാൻ അവിടെ 45 പേരെ കണ്ടെന്നാൽ ആ പട്ടണം നശിപ്പിക്കില്ല. ഇത്രയും ചോദിക്കുവാനൊക്കെ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് ധൈര്യമായി. അവൻ ദൈവത്തോട് പറയുകയാണ്, അഥവാ അവിടെ 40 നീതിമാന്മാരുണ്ടെങ്കിലോ? വളരെ രസകരമായ കാര്യം എന്തെന്നാൽ ദൈവം അരുളി ചെയ്യുന്നത് 40 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവൻ ആ നാടിനെ നശിപ്പിക്കുകയില്ല എന്നത്രേ. അബ്രഹാം അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവൻ സംഖ്യ താഴ്ത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ്. അവൻ ചോദിക്കുന്നു, 30 ആയാലോ? ദൈവം പറയുന്നു, കുഴപ്പമില്ല, 30 നീതിമാന്മാരുണ്ടെങ്കിലും ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല പോലും. അബ്രഹാം വിടുന്നില്ല കേട്ടോ. ഇനിയും 20 പിടിക്കുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ നശിപ്പിക്കില്ല അബ്രഹാമേ. നിവർത്തി കെട്ടിട്ടാകാം അബ്രഹാം ഒരവസരം കൂടി ഉപയോഗിച്ച് അവൻ ചോദിക്കുകയാണ്, അവിടെ ദൈവമേ 10 നീതിമാന്മാരെയെങ്കിലും കണ്ടാലോ എന്ന്. മനുഷ്യരായ നമ്മളായിരുന്നെങ്കിൽ ക്ഷമകെട്ട് വേറെ പണി വല്ലതും പോയി നോക്കൂ എന്ന് പറഞ്ഞേനുമല്ലേ? എത്ര ശോചനീയമായ അവസ്ഥ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 10 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കാതെ താൻ സൂക്ഷിക്കാം എന്ന്. ഞാൻ ഇനി 33 വാക്യം വായിക്കുകയാണ്. ഒടുവിലത്തെ വാക്യമാണല്ലോ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ ഉയർന്നു വരാവുന്ന ഒരു സംശയം എന്തെന്നാൽ, എന്തുകൊണ്ടാണ് അബ്രഹാം 10 നിന്നും താഴോട്ടു വരാഞ്ഞത് എന്നത്രേ. നിങ്ങൾക്കും ആ സംശയമില്ലേ? ഇത്രയും ചോദിക്കാമായിരുന്നെങ്കിൽ 5 ചോദിക്കരുതായിരുന്നു.
എനിക്ക് തോന്നുന്നത് ആ പട്ടണത്തിൽ 10-ൽ കൂടുതൽ നീതിമാന്മാർ ഉണ്ടാകുമെന്ന് അബ്രഹാം ഉറപ്പായി വിശ്വസിച്ചു എന്നാണ്. അതവൻ ഉറപ്പായിരുന്നു. ലോത്തും ഭാര്യയും 2 മക്കളും കൂടിയാകുമ്പോൾ 4 ആയില്ലേ? ആ പെൺകുട്ടികളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതാണല്ലോ. ഏതായാലും ലോത്ത് തന്റെ മക്കളെ അവിശ്വാസികൾക്ക് നൽകില്ല എന്ന് അബ്രഹാം ചിന്തിച്ചു കാണും. അങ്ങനെ 6 പേർ. പിന്നെ ഈ ലോത്തും കുടുംബവും വർഷങ്ങളായി അവിടെ പാർക്കുന്നു. എത്രയൊക്കെ ആയാലും അവർ ഒരു കുടുംബത്തെയെങ്കിലും 4 പേരെയെങ്കിലും ജീവനുള്ള ദൈവത്തിനു വേണ്ടി നേടി ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കാം എന്ന് ചിന്തിച്ചതിൽ എന്താണ് തെറ്റ്? അങ്ങനെ അബ്രഹാം ചിന്തിച്ചെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഏതായാലും ഈ കണക്കുകൂട്ടലുകൾ ഒന്നും ഫലിച്ചില്ല. നിങ്ങളുടെ ദേശത്തെക്കുറിച്ചും ദൈവത്തിന് പറയുവാനുള്ളത് ഇതാണോ സുഹൃത്തേ? നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ദേശത്തിന്റെ കാവൽക്കാരായി നമ്മെ ദൈവം വിളിച്ചിരിക്കുമ്പോൾ ദേശത്തിന്മേൽ ന്യായവിധി വരുത്തുവാൻ നാം കാരണക്കാരാകരുതേ സുഹൃത്തേ. ഒരിക്കലും അങ്ങനെ അരുത്. മറ്റുള്ളവരെ ദൈവത്തിനു വേണ്ടി നേടുക, നന്മയിലേക്ക് കൊണ്ടുവരിക. ലോകത്തിന്റെ സുഖവും സമ്പത്തും തേടിപ്പോയാൽ നാട് നശിക്കുമെന്നോർക്കുക. വേണമെങ്കിൽ അബ്രഹാമിന് ചോദിക്കാമായിരുന്നു, യഹോവേ, ആ പട്ടണത്തിൽ ഒരു നീതിമാൻ ഉണ്ടെന്നാൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന്. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ദൈവം എന്തു മറുപടി പറഞ്ഞേനേയും എന്നറിയാമോ? ഞാൻ ചിന്തിക്കുകയാണ്. അവൻ പറഞ്ഞേനേയും, ആ പട്ടണത്തിൽ ഒരു നീതിമാനേ ഉള്ളൂ എങ്കിൽ ഞാൻ അവനെ ആ പട്ടണത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുവാൻ പോവുകയാണ്. കാരണം നീതിമാനെ ഞാൻ ആ പട്ടണത്തോടുകൂടെ നശിപ്പിക്കുകയില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചേക്കും, ഞാൻ അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന്. കാരണം പിന്നീട് സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ. അവിടെ നീതിമാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ലോത്തായിരുന്നു. ദൈവം ലോത്തിനോട് പറഞ്ഞു, പട്ടണത്തിൽ നിന്നും വെളിയിൽ വരിക. നീ വെളിയിൽ വരുന്നതുവരെ എനിക്ക് ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന്. ദൈവകൃപ, ദൈവത്തിന്റെ കരുണ, ഇവ എത്ര മഹത്തരമാണ്. ക്രിസ്തീയ സഭ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്രയും കാലം മഹോപദ്രവകാലം വരില്ല എന്നത് നിങ്ങൾക്കറിയാമോ? അത് വരുവാൻ സാധ്യമല്ല. കാരണം ക്രിസ്തു നമ്മുടെ ശിക്ഷ തന്റെ മേൽ വഹിച്ചു. വരുന്നതായ ന്യായവിധിയുടെ ഭാഗമാണ് മഹോപദ്രവകാലം. ഈ കാരണത്താലാണ് സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകില്ല എന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ആ സത്യത്തിന്റെ മഹത്തായ ഒരു ചിത്രമാണ് ഈ സൊദോം ഗൊമോറയുടെ ന്യായവിധിയിൽ നാം കാണുന്നത്. സൊദോമും ഗൊമോരയും ലോകത്തിന്റെ പ്രതീകമാകുന്നു എന്ന് നാം കാണുവാൻ പോകുകയാണ്. എന്തൊരു ചിത്രമില്ലേ? ലോകം ഇന്നായിരിക്കുന്ന അവസ്ഥ എത്ര ഭയങ്കരമാണ്! ഇത് സൊദോമിനെ പോലെയും ഗൊമോരയെപ്പോലെയും തന്നെയല്ലേ? അങ്ങനെ പറഞ്ഞതുകൊണ്ട് നാളെ കർത്താവ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. വന്നെന്നു വരാം. അത് എന്നാണെന്ന് എനിക്കൊട്ടറിയുമില്ല. മാത്രമല്ല ആർക്കും അറിയില്ല കേട്ടോ. എന്നാൽ അവൻ നാളെ വരാവുന്നതാണ്. എത്രയും വേഗം വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുൻപ് നമുക്കുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് നിറപടിയായി നിറവേറ്റാം. അതെ, സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അവന്റെ വരവിനു മുമ്പ് സകല മനുഷ്യരും സുവിശേഷം കേൾക്കണം. പലരും ചോദിച്ചു കേൾക്കുന്ന ഒരു സംശയം, ദൈവം സൊദോം ഗൊമോരയെ ചുട്ടുകരിച്ചതിന്റെ കാരണം എന്ത്? അവിടുത്തെ വലിയ പാപം എന്നായിരിക്കും താങ്കളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഉത്തരം. ഞാൻ പറയട്ടെ, അതിനേക്കാൾ യോജിക്കുന്ന ഉത്തരം അവിടെ 10 നീതിമാന്മാർ ഇല്ലാതെ പോയി എന്നതുകൊണ്ടാണ് ആ സുന്ദരമായ ഫലഭൂയിഷ്ടമായ നാട് തീക്കിരയായത്. നാട് മുഴുവൻ പാപത്തിൽ മുഴുകിയിരുന്നാലും 10 നീതിമാന്മാർ ഉണ്ടെങ്കിൽ ആ പട്ടണങ്ങളെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അബ്രഹാമിന് വാക്കുകൊടുത്തു. അവിടെ 10 നീതിമാന്മാർ ഇല്ലാതിരുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതെ, ലോത്തിനും കുടുംബത്തിനും. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിൽ നിങ്ങൾ പങ്കെടുത്തതിന് വളരെ നന്ദി. നാം ശ്രദ്ധിച്ചതായ കാര്യം എത്രയോ ചിന്തിപ്പിക്കുന്നതാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരാകണം. മറ്റുള്ളവരുടെ ദുസ്ഥിതിയിൽ മനം നൊന്ത് പ്രാർത്ഥിക്കുന്നവരാകണം. മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടാതെ ജീവിക്കുന്നവരാകണം. ഈ കാര്യങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും അതും ലോത്തുമായുള്ള ബന്ധത്തിൽ നാം കണ്ടു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ദൈവഹിതപ്രകാരം പോകുവാൻ സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് വീണ്ടും ഇന്ന് സംസാരിച്ചതിനായി സ്തോത്രം.
അവിടുത്തെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണല്ലോ. ഈ തിരുവചനം ഞങ്ങളെ ജീവിപ്പിക്കുവാൻ, ഞങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ അവിടുന്ന് തരുന്നതോർത്ത് സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അബ്രഹാമിൻ്റെ മാതൃക പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ തരണമേ. കർത്താവെ, പലപ്പോഴും സ്വാർത്ഥത തിങ്ങിയ ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. കർത്താവെ, അതിൽ നിന്നും മാറി മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കുവാൻ എപ്പോഴും ഇടയാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുള്ള ആളുകളെ ഓർത്തും പ്രാർത്ഥിക്കുവാനും അവരെ കരുതുവാനുമുള്ള ഒരു മനോഭാവത്തെ, ക്രിസ്തുവിൻ്റെ ഭാവത്തെ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളായി നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദേശമായി, ഞങ്ങളുടെ ദേശത്ത് ഇതുപോലെയുള്ള മനോഭാവത്തിൽ ആളുകളായിത്തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.